സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ അത് വേണ്ടത്ര വിലയിരുത്തുന്നതിൽ വീഴ്ച പറ്റിയതുകൊണ്ടാണ് ഇത്രയും ഒരു പരാജയം ഉണ്ടാകാനുള്ള കാരണം. ആർക്ക് വീഴ്ച പറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പാർട്ടി സംവിധാനത്തിനും വീഴ്ച പറ്റി. ഞാനത് പരിശോധിച്ചതുമില്ല. ഇപ്പോൾ രണ്ടുപേർക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. ഒന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും അതുപോലെ തന്നെ വിൻസെന്റിനും. അവരുടെ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഈ ഏകോപനം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞാൻ ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ KPC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും വിശദീകരിച്ചു. അതല്ലാതെ ഞാൻ ആർക്കെതിരായിട്ട് നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടിട്ടില്ല. ആരെക്കുറിച്ചും ഞാൻ പരാതിയും പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി വിളിച്ചിട്ട് എന്താണ് സംസാരിച്ചത്? ഇല്ല, രാഹുൽ ഗാന്ധി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ അദ്ദേഹത്തിനെ ധരിപ്പിച്ചു. എന്തെങ്കിലും ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ രാഹുൽ ഗാന്ധി? അല്ല, അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അതിലിപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരു വലിയൊരു മനുഷ്യൻ തെരഞ്ഞെടുപ്പ് പരാജയം ഇതിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ തിരക്കിനിടയിലും അദ്ദേഹം അതിന് സമയം കണ്ടെത്തി. കാരണം ഇത്രയും തിളക്കമാർന്നൊരു വിജയം കേരളത്തിലുണ്ടായപ്പോൾ പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥിയോട് വിളിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കാനുള്ള ഏറ്റവും വലിയൊരു ജനാധിപത്യ ബോധം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് തന്നെ എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്.